ഹലോ ഗായ്സ്, അപ്പം ഞാൻ ഇന്നുള്ളത് ഫോർട്ട് കൊച്ചിയിലാണ് കേട്ടോ. ഗൈസ്, അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നല്ല വിശക്കുന്നുണ്ട്. അപ്പോൾ കുറേ ഇങ്ങനെ നടന്ന് ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അപ്സ്റ്റെയർ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത് കേട്ടോ. പോയി നോക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ സ്റ്റേ ഒക്കെ കഴിഞ്ഞു ഒരു ടീ ഷോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കട്ടൻ ചായയും അതുപോലെ ചപ്പാത്തി ഒക്കെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത പറയുന്നത് നല്ലൊരു ആംബിയൻസ് ആണ്. ഇതൊരു ഓടിട്ടൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. സൂപ്പറാണ്. ഇപ്പോൾ രാത്രി ഏകദേശം എത്ര സമയം അറിയോ? 8:30 ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി കാണാം. കണ്ടോ ഗൈസ്, ഇതാ പുറത്ത് നല്ല മഴ പെയ്യാണ് കേട്ടോ. നമ്മളിന്ന് ഫോർട്ട് കൊച്ചിയിൽ സ്റ്റേ ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് ജൂതത്തെരുവിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാനുണ്ട്. ഇന്ന് രാത്രി തന്നെ എനിക്ക് ആ ഒരു വ്യൂ കാണണം എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ വന്നത് കേട്ടോ. പിന്നെ ഞാനിവിടെ പകൽ നാളെ ഒന്നും കൂടി വരുന്നതായിരിക്കും. അപ്പോൾ വേറൊരു വ്യൂ അല്ലേ. ഈ ഒരു റെസ്റ്റോറൻറ്റ് പഴയ ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട്. ഇവിടെയുള്ള ചേട്ടൻ ഇതിൻ്റെ ഓണറാണ്. അപ്പോൾ അവർ ഈ ഒരു ബിൽഡിങ്ങിനെ കുറിച്ചും അതുപോലെ അവരുടെ ബിസിനസ്സിനെ കുറിച്ചൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഫുഡ് വെയിറ്റിംഗ് ആണ്. അപ്പോൾ കുറച്ച് ടൈം പിടിക്കും. ഏകദേശം ഒരു 1/4 മണിക്കൂറൊക്കെ ഫുഡ് വരാൻ ടൈമാവും. അപ്പം ഞാൻ അവിടെയുള്ള വ്യൂ ഒക്കെ കാണിച്ചു തരാം. നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഫോർട്ട് നഗർ എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് ദൂരെ ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്കുള്ളൂ കേട്ടോ. ഈ ഒരു ഷോപ്പ് ഏകദേശം വൈകുന്നേരമാണ് ഓപ്പൺ ആക്കുക. രാവിലെ ഒന്നും ഇവിടെ ഫുഡ് ഉണ്ടാവില്ല. പക്ഷേ രാത്രിയാണ് ഇവിടുത്തെ മെയിൻ അടിപൊളി ഐറ്റംസ് ഇവർ സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് ടേസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. എനിക്ക് ഏറ്റവും ഇവിടെ വന്നപ്പോൾ ഇഷ്ടമായത് ഇവിടെ ഉണ്ടായിരുന്ന ആർട്ടുകളാണ് കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആർട്ടുകൾ നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. മ്യൂറൽ ആർട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ നമ്മൾ ചായ എത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ജൂത സ്ട്രീറ്റിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അപ്സ്റ്റെയർ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ വരിക കേട്ടോ. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ല തണുപ്പത്ത് ചായ കിട്ടിയപ്പോൾ നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കുടിച്ച് നോക്കട്ടെ. പിന്നെ നമ്മുടെ ഫുഡും എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചപ്പാത്തിയും അതുപോലെ പൊറോട്ടയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കറി കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയാണ്. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല സ്പൈസിയാണ് കേട്ടോ. ചപ്പാത്തി എന്തോ ഒരു സ്പെഷ്യൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ടൊരു സ്വീറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ചപ്പാത്തിയിൽ. അത് എങ്ങനെയാണ് എന്തോ ഒരു വെറൈറ്റി അവർ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇനി ഞാൻ കഴിച്ച് നോക്കട്ടെ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി പോകുന്നത് നമ്മൾ നേരെ സ്ട്രീറ്റിലേക്ക് പോവാണ്. സ്ട്രീറ്റ് ഇതാ ഫുള്ള് ഓപ്പൺ ആയി കിടക്കുകയാണ് കേട്ടോ. നല്ല ലൈറ്റും ഒക്കെ ഇട്ടിട്ട്. ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ എല്ലാ ബിൽഡിങ്ങും നല്ല കളർഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നൈറ്റിൽ വന്നതുകൊണ്ട് തന്നെ നല്ലൊരു കാം ആൻഡ് ക്വയറ്റുള്ള ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാരൊന്നുമില്ല, പക്ഷേ എന്നാലും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഫോറിനേഴ്സൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സ്ട്രീറ്റിലൂടെ അങ്ങനെ നടക്കുകയാണ്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ ഷോപ്പുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. രാത്രി വരുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ പതുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ്. ചെറുതായിട്ടൊരു മഴ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് മഴയൊന്നുമില്ല. അതുകൊണ്ട് നമുക്കിത് നല്ല രീതിക്ക് കാണാൻ പറ്റി. ലൈറ്റൊക്കെ ഇട്ട് സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ മുന്നിലേക്ക് പോയി നോക്കാം. ഈ ഒരു കാണുന്ന ബിൽഡിങ് വൈറ്റും അതുപോലെ തന്നെ ഗ്രീനും വെച്ചിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കണ്ട ഈ ഒരു ബിൽഡിങ്ങിലൊക്കെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും കേട്ടോ. ജൂതന്മാർ പണ്ട് താമസിച്ചിരുന്ന ബിൽഡിംഗ് ആണെന്നല്ലേ പറയുന്നത്. അങ്ങനെ നമ്മൾ ഇതാ ഇവിടെയൊക്കെ ഫുള്ള് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്റ്റേ ഒന്നും ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ഓൾറെഡി ഒരു സ്റ്റേ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൽ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നമ്മളിതാ ഈ ഷോപ്പൊക്കെ കണ്ടുകൊണ്ട് നടക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇത് നേരിട്ട് വന്ന് കാണുക ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. നല്ല രസമുണ്ട്. അപ്പോൾ ഒറിജിനലായിട്ട് കാണുമ്പോൾ ഇതിലേറെ ഭംഗി ഉണ്ടാവില്ലേ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ ഉള്ള ഷോപ്പുകളും അതുപോലെ തന്നെ ഇവിടെ നടക്കാനൊക്കെ കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ചേട്ടനത് അതിൻ്റെ പെറ്റിനെയും കൊണ്ട് നടക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഒരു ഷോപ്പ് കണ്ടത് കേട്ടോ. ഇതൊരു റെസ്റ്റോറൻ്റാണ്. ചെടികൾ നിറച്ച് ഈ ഒരു ബിൽഡിങ്ങിനെ കാണാൻ പറ്റാത്ത രീതിയിൽ അവരാക്കിയിട്ടുണ്ട് കേട്ടോ.
ഇങ്ങനെ പടർന്ന് പിടിക്കുന്ന ഒരു ചെടിയാണ് അവർ അവിടെ വളർത്തിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ പിന്നെയും മുന്നിലേക്ക് പോവുകയാണ്. ഇനി നമുക്ക് ഇവിടുന്ന് സ്റ്റേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. നമ്മൾ ഹോം സ്റ്റേയിലാണ് കേട്ടോ നിൽക്കുന്നത്. ഒരു ആംഗ്ലോ ഇന്ത്യൻ അങ്കിളും അതുപോലെ ഒരു ആൻറ്റിയും നടത്തുന്ന ഒരു ഹോം സ്റ്റേ ആണ്. അപ്പം നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇനി ഞാൻ നാളെ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ താമസിക്കുന്ന ആ ഒരു സ്ട്രീറ്റിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന ഫോർട്ട് നഗറിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. ഫുഡൊക്കെ കഴിച്ചു, കുറച്ച് നേരം നടന്നു. ഇനി നമ്മൾ നേരെ കിടന്നുറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് വ്ളോഗിലായിരിക്കും. അപ്പോൾ ബൈ.